ഭയം കൊണ്ട് ശരീരം ഒന്നാകെ ഒരു വിറയൽ പടർന്നു കയറിയത് അവൾ അറിഞ്ഞു. അച്ഛമ്മയെ പോലും പേടിയില്ലാത്തവനാ. ഗൗരിക്ക് നന്നേ ഭയം തോന്നിപ്പോവാൻ മറ്റെന്ത് വേണം? കരുത്തനാണവൻ. എല്ല് നുറുങ്ങിപ്പോവും വിധമാണ് തന്നെ പിടിച്ചിരിക്കുന്നത്. ഉടുമ്പ് പിടിച്ച പോലെയെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഗൗരി അതറിഞ്ഞു. വിട്ടേക്കാവോ? പതിയെ. അത്രയും ദയനീയമായിട്ടാണ് ആ ചോദ്യം. ശക്തിയുടെ കണ്ണുകളൊന്ന് വിടർന്നുപോയി. അവൻ ആദ്യമായി കാണുകയാണ് ഇങ്ങനെ ഒരുവളെ. എന്തിനും ഏതിനും യാചിക്കുന്നവൾ, ഭയക്കുന്നവൾ. കഴിഞ്ഞോ? തിരിച്ചു മൂർച്ചേറിയ ആ ചോദ്യത്തിന് നൽകാൻ മറുപടിയൊന്നുമില്ലാതെ മുഖം കുനിച്ച് നിന്നവൾ. ശക്തിയുടെ മിടിപ്പൊന്ന് ഉയർന്നുപോയി. അവളുടെ ഈ ഭാവങ്ങളെല്ലാം വന്ന് തറക്കുന്ന സെക്കൻഡ് നെഞ്ചിലാണ്. ഗൗരി ചോദിച്ചതിന് മറുപടി പറ. വിരലുകൾ ഒന്നുകൂടി അവളിൽ അമർത്തിക്കൊണ്ടാണ് ആ ചോദ്യം. ഇങ്ങനെ ഞെരിച്ച ഞാൻ ചത്തുപോകും ദുഷ്ട. ഉള്ളിലായി അലറി വിളിച്ച് അവനെ സ്മരിച്ചു പോയിരുന്നു ഗൗരി. ഉറക്കെ പറയാനുള്ള ശബ്ദമില്ല അവൾക്ക്. ഗൗരി കഴിഞ്ഞു. വീണ്ടും ആ കടുപ്പ് നിറഞ്ഞ സ്വരം ഉയർന്നത് പതിയെ അവനുള്ള മറുപടി നൽകി. തുളുമ്പി വന്ന ഒരു പുഞ്ചിരി ശക്തി ഒതുക്കി നിർത്തി. തെല്ലൊരു കൗതുകം നിറഞ്ഞു പോകുന്നുണ്ട് അവനിൽ. തീർത്തും അപരിചിതരായ രണ്ട് വ്യക്തികളാണ് ഗൗരിയും ശക്തിയും. വാതോരാ സംസാരിക്കുന്നവനല്ല താനെന്ന് അവനറിയാം. എന്നിട്ട് ഇവൾക്ക് മുന്നിൽ താനാണ് സംസാരിക്കും. ആദ്യമായി പിടിച്ചടക്കിയതിൽ തീവ്രമായ ഒരു ആനന്ദം അവനിൽ നിറഞ്ഞുപോയി. ഞാൻ പിടിക്കുമ്പോൾ കിടന്ന് കുതിറിയ എന്നും ഇതുപോലെ ആയിരിക്കില്ല ഗൗരി. ഇനിയും ഇത് ആവർത്തിക്കാം ഗൗരിക്ക് തോന്നരുത്. വരുത്തി തീർത്ത ഗൗരവം അവന്റെ വാക്കുകളിൽ നിറഞ്ഞു. എടുത്തു വെച്ച് കൊഞ്ചിക്കാൻ തോന്നിപ്പോകും വിധമുള്ളൊരു പാവം പെണ്ണാണ് മുന്നിൽ. സ്വയം നിയന്ത്രിച്ചു നിന്നില്ലെങ്കിൽ ശക്തി തോറ്റുപോകും. അത് അവനറിഞ്ഞു തുടങ്ങുന്നുണ്ട്. ദേ, ആ കവറിൽ നിനക്കുള്ള ഡ്രസ്സുണ്ട്, കുളിച്ചത് ഇട്ടുവാ. പിടിയയച്ചുകൊണ്ട് ശക്തി പറഞ്ഞതും മിഴികൾ വിടർത്തി അവനെ ഒന്ന് നോക്കിപ്പോയവൾ. ഒരു പിടച്ചിലോട് അവളിൽ നിന്ന് നോട്ടം വെട്ടിച്ച് മാറ്റിയവൻ. പളുങ്ക് മിഴികൾ കൊണ്ടുള്ള നോട്ടം കൊത്തി വലിക്കുന്നവന്റെ ഹൃദയമാണ്. തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓർക്കും തോറും ദേഷ്യം നിറഞ്ഞു പോയവനിൽ. ഒരു പെണ്ണിന് മുന്നിൽ പതറിപ്പോകുന്ന അവനിൽ അഹങ്കാരിക സഹിക്കാനോ ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ ദേഷ്യം ഇവളോട് തീർക്കാനും വയ്യ. ചുരുക്കി പറഞ്ഞ ചെക്കനാകെ വലഞ്ഞു എന്ന സാരം. ഗൗരി അവനിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽപ്പാണ്. എവിടെയും ആരിൽ നിന്ന് കിട്ടാത്തൊരു സുരക്ഷിതത്വം ഇവിടെ നിന്ന് കിട്ടുന്നത് അവളും അറിയുന്നുണ്ട്. ശരിക്കും കൊല്ലാനാണോ വളർത്താനാണോ തന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരാഗ്രഹം ആ നിമിഷം അവളിൽ നിറഞ്ഞുപോയി. എന്നെ എന്തിനാ? എനിക്ക് പിടിച്ച് തിന്നാൻ. ഒരുവിധം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും അലറും പോലെയുള്ള പറച്ചിലിൽ മിഴികൾ ഇറുകെ അടച്ച് അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചവൾ. ശക്തിയുടെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന പോലെ മിടിച്ചുപോയി. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ നിന്ന് വിയർത്തുപോയത് അവനാണ്. അടുത്ത നിമിഷം മിഴികൾ ഇറുകെ അടച്ച് ഇരുകൈകൾ കൊണ്ട് അവളെ പുണർന്ന് പിടിച്ചവൻ. ഒരു നിമിഷം വൈകിപ്പോയിരുന്നുവെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചുപോയെന്ന് തോന്നിപ്പോയവന്. നീ ഒന്ന് ചെന്ന് വിളിച്ചു നോക്കുമായി. മുത്തശ്ശനാണ്. ഒരു ചിരിയും ചിരിച്ച് മുകളിലേക്ക് കയറിപ്പോയവനെ നേരെ ഇത്രയും കഴിഞ്ഞിട്ട് കാണാതെ പോയതിന്റെ പരിഭ്രമമാണ് ആ പറച്ചില്. പിന്നെ എന്നാ രാക്ഷസന് മുന്നിൽ ഇട്ടുകൊടുക്കാൻ ഒരു സമാധാനമില്ലല്ലേ മുത്തശ്ശ? മായും തിരിച്ച് കലിപ്പിക്കുന്നുണ്ട്. അല്ല പിന്നെ കാര്യാച്ചനാണ് മുത്തശ്ശനാണ്. പക്ഷെ രണ്ടിനും ഭയമാണ് അവനെ. ദേഷ്യം വന്നാൽ എപ്പോഴും കടിച്ചു കീറുന്ന പോലെയാവും നടപ്പ്. അറിഞ്ഞുകൊണ്ട് ആരും അവന്റെ മുന്നിലേക്ക് ഇട്ടുന്ന് വാങ്ങാനായി പോവാറില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്ന് ഇവിടെ ഉണ്ടായാൽ മതി, ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഭാവമാണ് അവർക്ക്. നീ അവന്റെ വാലല്ലേടാ, നീ വിളിച്ച അവൻ എന്തായാലും വരും. ആഹാ, അങ്ങനെ ഇപ്പൊ അവൻ വരണ്ട. മുത്തശ്ശന് തഞ്ചത്തിൽ ചെക്കനോടൊന്നു കൂടി പറഞ്ഞു നോക്കിയത് മായി അതിനെയും പൂച്ചിച്ച് വിട്ടുകൊണ്ട് സോഫയിലേക്ക് ഇരുന്നു. ഇതിപ്പാ കൊച്ചിനെ ഒന്ന് കാണാൻ എന്താ വഴി? ഓ, അതാണ് മരുമകളെ കാണാനുള്ള ശ്രമം. മായി ഒന്ന് ചിരിച്ചതും അച്ഛനും മുത്തശ്ശനും വീണ്ടും പ്രതീക്ഷയോടെ അവനെ നോക്കി. വെരി സോറി ഓൾഡ് പീപ്പിൾസ്. ആ ഭൂതനിധി പോലെ പൂട്ടി വെച്ചാണെന്നാ തോന്നുന്നു. നമുക്ക് കാണിച്ചു തരുമെന്നൊക്കെ സംശയ. അതിനവന് ഇഷ്ടായിരുന്നോടാ? എന്റെ പൊന്നു വല്യച്ഛ, ഇന്ന് കാലത്ത് ഒരു 10:30 വരെ എന്റെ അറിവിൽ അവനൊരു പെണ്ണിനോട് ഇഷ്ടവും കോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. 10:31 എന്തു മായാചാരാണ് സംഭവിച്ചതെന്ന് എനിക്കറിയുകയില്ല. മായി തനിക്ക് അറിയുന്നൊക്കെ വൃത്തിയും കൃത്യവുമായി പറഞ്ഞു കൊടുത്തു. മായിയുടെ മറുപടി കൂടി കേട്ടതും ഇനിയൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പോലെ രണ്ടാളും താടിക്ക് കൈ കൊടുത്തിരുന്നു. വരിഞ്ഞു മുറുക്കി പിടിച്ച വലിയ രൂപത്തിന് പറ്റാവുന്ന പോലെയൊക്കെ തള്ളി മാറ്റാൻ നോക്കിയവൾ. ആളൊന്ന് പിടിയയച്ചപ്പോൾ അകന്നു പോകാതെ ചോദ്യം ചോദിക്കാവുന്ന നിമിഷത്തെ പോലും പഴിച്ചു പോയിരുന്നു ഗൗരി. ആ നിമിഷം കിടന്നു പിടക്കാതെടി. മുരളുന്ന പോലുള്ള ശബ്ദത്തിൽ ഗൗരിയുടെ പിടച്ചിലുകൾ നിശ്ചലമായി. നീ എന്നോട് ചോദിച്ചില്ലേ നിന്നെനിക്ക് എന്തിനാന്ന്? എന്തിനും എന്തും ചെയ്യും ഞാൻ, എനിക്ക് തോന്നുന്നതൊക്കെയും. കാതിൽ പതിച്ചു പോകുന്ന ചൂടുള്ള ശ്വാസത്തിൽ മിഴികൾ ഇറുകെ അടച്ചു പിടിച്ചവൾ. ആ നിമിഷം വരെയും ഇല്ലാതിരുന്ന ഭയം ഇപ്പോഴുള്ള അവന്റെ വാക്കുകളിൽ അവളിൽ നിറഞ്ഞുപോയി.
വിലപേശി പിടിച്ചുകൊണ്ട് വന്നാലേ അപ്പോൾ മുഴുവനായും എന്റേതാണ്. എനിക്ക് നിന്നെ എന്തും ചെയ്യാൻ ഗൗരി. വീണ്ടുമുള്ള ആ പറച്ചിലിൽ ശക്തമായി ഒന്ന് തേങ്ങിപ്പോയവൾ ശക്തിയുടെ ഉള്ളമൊന്ന് കിടന്നു. പക്ഷേ അത്ര വേഗം ഒരു തോൽവി അവന് സമ്മതമായിരുന്നില്ല. റിയലി യു ആർ മൈ അസറ്റ് ഗൗരി. ചുണ്ടുകൂട്ടി പിടിച്ച് വിതുമ്പി തുടങ്ങിയവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു താക്കിയതുപോലെയായിരുന്നു ആ പറച്ചിൽ. ചുവന്ന് കലങ്ങിയ മിഴികൾ അവനെ ദയനീയമായും നോക്കി. അവനിലെ ആ സൂര്യൻ അടക്കി നിർത്താൻ ആ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു ഗൗരിക്ക്. മിഴികൾ ഇറുകെ അടച്ച് അവളുടെ നെറുകിൽ താടി അമർത്തി വെച്ചു ശക്തി. ഭ്രാന്തി പിടിച്ചു തുടങ്ങിയ തന്റെ ചിന്തകൾക്കും ചെയ്തികൾക്കും കാരണം എന്താണെന്ന് അറിയാതെ, ഉള്ളിൽ വേരിറങ്ങി തുടങ്ങിയ പുതുവികാരങ്ങൾ അറിയാതെ, ഷവറിന് ചുവട്ടിലായി നിന്ന് നനയുമ്പോൾ ചുടു കണ്ണുനീർ കൂടി ആ വെള്ളത്തിനൊപ്പം ചേർന്നു. സങ്കടങ്ങളെല്ലാം പുറത്തുള്ളവനറിയാതെ ആ വെള്ളത്തിനൊപ്പം ഒഴുക്കിവിട്ട് ഗൗരി. ഇങ്ങനെ ഒരു പടുജന്മം തന്നതിന് ദൈവത്തിനോട് പോലും ദേഷ്യം തോന്നിപ്പോയി അവൾക്ക്. ഒരു നിമിഷം അവനിൽ അർപ്പിച്ചു പോയ വിശ്വാസം എന്ന വാക്കിനോട് പോലും ഈ നിമിഷം പുച്ഛമാണ്. ജനിപ്പിച്ച അച്ഛനോ ഒന്നിച്ചു വളർന്ന സങ്കട സഹോദരങ്ങൾക്കോ തോന്നാത്ത ദയ വിലയിട്ട് തന്റെ രൂപം കണ്ട് സ്വന്തമാക്കിയവനുണ്ടാവില്ലല്ലോ. എല്ലാം ഓർമ്മിക്കണമായിരുന്നു ഗൗരി. ഇനിയെങ്കിലും മനുഷ്യനെ മനസ്സിലാക്കാൻ നീ പഠിക്കണമായിരുന്നു. അവന് മുന്നിൽ നിന്റെ നിലയും വിലയും യോഗ്യതയും ഓർക്കണമായിരുന്നു. സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ പറഞ്ഞു വിലക്കിയവൾ. ആകെ നനഞ്ഞു കുതിർന്നിട്ടും ഉള്ളിലെ താപത്തിന് മാത്രം മാറ്റം വന്നിട്ടില്ല എന്ന് തോന്നിയവൾക്ക് അതിപ്പോഴും തീയിലെന്നതുപോലെ ഉരുകുകയാണ്. ഏറെ നേരത്തിന് ശേഷം പുറത്തുനിന്നും കഥകളിൽ തട്ടിയേട്ടതും ഒരു ഞെട്ടിലോടെ ചിന്തകളിൽ നിന്നുണർന്നു. ശരീരമൊന്ന് തുടച്ച് ഹാങ്ങറിൽ തൂക്കിയുടെ ഡ്രസ്സ് കയ്യിലെടുത്തതും മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞ് ഗൗരി. കടുനീല നിറത്തുള്ള ഒരു ധാവണിയാണ്. ഈ നിറമൊന്നും എടുക്കേണ്ട ഗൗരി. അതുപോലെ അവിടെ ഇവിടെയും കാണിച്ചുകൊണ്ട് നീ തുണി ചുറ്റി നടക്കാനും പാടില്ല, മനസ്സിലായോ? ആജ്ഞ നിറഞ്ഞ ആ സ്വരം വീണ്ടും കാതിൽ പതിക്കുന്ന പോലെ ഒരു നിമിഷം ഓർമ്മകളുടെ തീച്ചൂളയിൽ നിന്ന് ഉരുകിയവൾ. ഇതേ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശക്തി. ഇപ്പോഴും അവിടെ നിറഞ്ഞ കണ്ണുകൾ മുന്നിൽ തെളിയുന്നത് പോലെ അടക്കി വെക്കാനാവാത്ത വിധം ഒരു ദേഷ്യം അവനിൽ നിറഞ്ഞുപോയി. അതൊരിക്കലും അവളോടായിരുന്നില്ലെന്ന് മാത്രം. ഉള്ളിൽ നിറയുന്ന ദേഷ്യത്തിനനുസരിച്ച് ചുണ്ടിലെരിയുന്ന സിഗരറ്റിന്റെ വലുപ്പവും കുറഞ്ഞു വന്നു. ചെയിൻ സ്മോക്കറൊന്നല്ലെങ്കിലും ദേഷ്യം വന്നാൽ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമാണ് അവന്. അല്പസമയത്തിന് ശേഷം പുറകിലാരുടെയോ സാന്നിധ്യം അറിഞ്ഞു ശക്തി ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം കൊണ്ട് അവന്റെ മുഖമൊന്ന് വിടർന്നു. കുളിച്ച് താൻ കൊടുത്ത ധാവണിയും ചുറ്റി നിൽക്കുന്നവൾ കടുനിറത്തിൽ അവിടെ ശരീരത്തിന്റെ നിറം എടുത്തു കാണിച്ചു. ചുവന്ന ചെമ്പകപ്പൂ പോലൊരു പെണ്ണ്. വെളുത്ത ശംഖ് പോലെയുള്ള കഴുത്തും ഒതുങ്ങിയ മാറിടവും അരക്കെട്ടുമൊക്കെയായി ശരിക്കും വിണ്ണിലെ അപ്സരസ് തന്നെയായിരുന്നു അവൾ. ശരിക്കും കണ്ണുമിഴിച്ച് നിന്നുപോയിരുന്ന ശക്തി. ഒരു നിമിഷം ഇവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോയവൻ യാതൊരു സമയങ്ങളുടെയും അകമ്പടിയില്ലാതെ തന്നെ അവളിലെ ഭംഗി എടുത്തു കാണിച്ചു. മുഖം കുനിച്ച് അവനെ നോക്കാതെയുള്ള നിൽപ്പ് കാണും തോറും ശക്തിയുടെ കണ്ണൊന്ന് ചുരുങ്ങി. എപ്പോഴും ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കാം. നീ എന്ത് ക്രൈമാണ് ചെയ്ത ഗൗരി? ഗാംഭീര്യം നിറഞ്ഞ ആ ചോദ്യത്തിന് മുമ്പിൽ ഒരു ഞെട്ടലോടെ മുഖമുയർത്തി നോക്കിയവൾ അടുത്ത നിമിഷം തന്നെ മുഖം വെട്ടിച്ച് മാറ്റുകയും ചെയ്തു. ഒരു ട്രാക്ക് സ്യൂട്ട് മാത്രമാണ് അവന്റെ വേഷം. വലിയ ശരീരമാണ് അവന്റെ. ഗൗരി അവന്റെ പകുതി പോലും കാണില്ല. ചുരുക്കി പറഞ്ഞ അവൻ അവളെ എടുത്തുകൊണ്ട് നടക്കാം. എന്താടി? അവളുടെ മുഖത്തെ ചടപ്പും നാണമൊക്കെ കണ്ടതും കണ്ണുകൾ കുറുക്കിക്കൊണ്ട് ചോദിച്ചവൻ. മുഖത്തേക്ക് നോക്കടി. തൊട്ടരികിലായ ശബ്ദം കേട്ടതും ഞെട്ടിലോട് അവരെ നോക്കിപ്പോയി ഗൗരി. നോട്ട് നേരെ ചെന്ന് നിന്ന് രോമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അവന്റെ നെഞ്ചിലാണ്. അടുത്ത നിമിഷം പുറകോട്ട് മാറാൻ തുടങ്ങിയവളെ അവിടെ ആ നീക്കം മനസ്സിലാക്കിയതുപോലെ ഇടുപ്പിലൂടെ ചുറ്റി നെഞ്ചിലേക്ക് ചേർത്തവൻ. ഉരുക്കുപോലുള്ള കൈ പഞ്ഞി പോലുള്ള അവിടെ വയറിൽ തൊട്ടതും നേർത്തൊരു നോവിനാൽ ഗൗരിയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. വെണ്ണയിൽ കൈയാഴ്ത്തിയ പോലൊരു സുഖമാണ് അവന്. ഇളം ചൂടുള്ള അവന്റെ ശരീരം നഗ്നമായ തന്നെ നെഞ്ചിലേക്ക് അമർന്നതും ശക്തിയുടെ ശരീരമൊന്ന് വിറച്ചു. വിട് പ്ലീസ്. അവന്റെ പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ചെക്കന്റെ മുഖത്ത് വീണ്ടും ദേഷ്യം നിറഞ്ഞു. പെടക്കാതിരി. എന്തിനാ നിനക്ക് ഇത്രയും ചമ്മല്? എന്റെയാ നീ. അധികം വൈകാതെ എന്നെ അറിയേണ്ടവൾ. അന്നും പെടക്കുവോ നീ? മുഖം തിരിക്കോ? ദേഷ്യത്തോടെ മുരളുന്നവൻ മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞ ഗൗരി. അവന്റെ ഓരോ വാക്കിലും വെറുപ്പും ദേഷ്യം അവളിൽ നിറഞ്ഞു. അതുപോലെ പേടിയും. ഭിത്തിയിലേക്കായി അവൾ അമർത്തി വെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയവൻ. എന്നെ നോക്ക് ഗൗരി. സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും മുഖത്തേക്ക് കേൾക്കുന്ന ആ ശ്വാസത്തിൽ കണ്ണുകൾ വലിച്ച് തുറന്നവൾ പിടക്കുന്ന അവളുടെ മിഴികളിലേക്ക് അവന്റെ തീക്ഷ്ണമായ നോട്ടം ചെന്ന് നിന്നു. ദേ, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമാണ്. നമുക്കിടയിലുള്ള ഈ തടസ്സമൊക്കെ ഞാൻ പറിച്ചു കളയും, ഒട്ടും വൈകാതെ. കൊടുത്തിരിക്കുന്ന അവളിലേക്ക് നോക്കിക്കൊണ്ട് വശ്യമായൊരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു നിർത്തിയതും വെറുപ്പോടെ മുഖം വെട്ടിച്ച് കളഞ്ഞവൾ അടുത്ത നിമിഷം അവളുടെ കഴുത്തിലേക്ക് മുഖം അമർത്തി കടിച്ചു വിട്ടു. വേദന കൊണ്ടൊരു ശബ്ദം അവളിൽ നിന്ന് ഉതിർന്നു. വെറുതെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത് ഗൗരി.
നിന്റെ ഈ അവസ്ഥയൊക്കെ ഞാനങ്ങ് മറക്കും.